പ്രിയ സഹോദരങ്ങളെ, വിശ്വാസത്തിൻ്റെ ഒരു വലിയ കുതിച്ചുചാട്ടത്തിൻ്റെ തിളങ്ങുന്ന മകുടോദാഹരണമാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ സമരിയാക്കാരി സ്ത്രീ. തനിക്കറിയാവുന്ന സുരക്ഷിതത്വവും സാക്ഷാത്കാരവും അനുഭവിച്ച് ജീവിച്ചവളാണ് ഈ സമരിയാക്കാരി സ്ത്രീ. പല പുരുഷന്മാരുമായുള്ള ജീവിതം അവളെ പക്ഷേ ഒന്നുമില്ലാത്തവളാക്കുകയായിരുന്നു. കിണറ്റുകരയിലേക്ക് അവൾ സംഭവിച്ച കുടം പോലെ ശൂന്യമായിരുന്നു അവളുടെ ജീവിതം. കടന്നു പോകുന്ന ആ സുരക്ഷിതത്വങ്ങളുടെയും സന്തോഷങ്ങളുടെയും പരിധിക്കുള്ളിൽ അവൾ സ്വയം തളച്ച് അവളെ തന്നെ കിടത്തി. അപ്പോഴാണ് യാക്കോബിൻ്റെ കിണറ്റിൻ്റെ കരയിൽ നമ്മുടെ കർത്താവ് അവളെ കണ്ടുമുട്ടുന്നത്. യേശു അവൾക്ക് പുതിയൊരു ജീവിതം വാഗ്ദാനം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞ, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം. അവളുടെ ദാഹത്തെ ശമിപ്പിക്കാൻ ഉതകുന്ന ജീവജലം കർത്താവ് അവൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. ഈ പുത്തൻ വാഗ്ദാനത്തോട് അവൾക്ക് ആദ്യം ഒരടുപ്പം തോന്നി. എങ്കിലും തനിക്കായി ഉണ്ടാക്കിയിരിക്കുന്ന, താൻ തന്നെ കെട്ടിപ്പൊക്കിയ സുരക്ഷിതത്വത്തിൻ്റെ പുറംതോടുകൾ പൊളിക്കുവാൻ അവൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അവൾ യേശുവുമായി സംവദിച്ചു. യഥാർത്ഥ പ്രശ്നത്തിലേക്ക് കടക്കാതെ യഹൂദരും സമരിയാക്കാരും തമ്മിലുള്ള മതപരവും സാംസ്കാരികവുമായ പ്രശ്നങ്ങൾ അവൾ ഉന്നയിച്ചു. ഈശോ ആകട്ടെ യഥാർത്ഥ വിഷയത്തിലേക്ക് ചർച്ച തിരിച്ചുവിട്ടു. അത് അവളുടെ ഹൃദയത്തിൻ്റെ ദാഹത്തെക്കുറിച്ചായിരുന്നു. അത് ശമിക്കാനാകണമെങ്കിൽ അവൾ തൻ്റെ പാപവഴികളിൽ നിന്ന് പിന്മാറണമെന്ന് അവിടുന്ന് പറഞ്ഞു. ഒപ്പം വിശുദ്ധി പുൽകണമെന്നും. അപ്പോഴാണ് അവൾ താൻ വെള്ളം കൊണ്ടുവന്ന കലം യേശുവിൻ്റെ പാദത്തിൻ്റെ അടുത്ത് വെച്ചത്. സഹോദരങ്ങളെ, വളരെ പ്രതീകാത്മകമായ നടപടിയായിരുന്നു ഈ അടയാളം. തൻ്റെ കഴിഞ്ഞകാലം ഉപേക്ഷിക്കുവാനും യേശുവിൻ്റെ വാഗ്ദാനം സ്വീകരിക്കുവാനും താൻ തയ്യാറാകുന്നു എന്ന പ്രഖ്യാപനത്തിൻ്റെ അടയാളം. വഴിപിഴച്ച സ്ത്രീ എന്ന അവസ്ഥയിൽ നിന്നും ലോകം കാത്തിരുന്ന രക്ഷകനായ യേശുവിനെ നഗരവാസികളോട് പ്രഘോഷിക്കുന്ന ഒരു മിഷനറിയായി അവൾ മാറി. അവൾ ദൈവത്തെ സ്വീകരിച്ചു. ബോധ്യത്തിലുറച്ച ഈ തീരുമാനം ആ സമരിയാക്കാരി സ്ത്രീയെ തലമുറകളിലെ സത്യാന്വേഷികളുടെ പ്രചോദനമായി മാറുന്ന പ്രതീകമാക്കി മാറ്റി.